ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാടെക് മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്മോൾ ബൗൾ എനീമ അല്ലെങ്കിൽ എൻട്രോക്ലൈസിസ് എന്ന് പറയുന്നത്. സ്മോൾ ബൗൾ എനീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിനെ പറ്റിയുള്ള റേഡിയോളജിക്കൽ എക്സാമിനേഷനെയാണ് നമ്മൾ സ്മോൾ ബൗൾ എനീമ അല്ലെങ്കിൽ എൻട്രോക്ലൈസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്സ്, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, എക്യുപ്മെൻറ്റ്സ്, പേഷ്യൻ്റ് പ്രിപ്പറേഷൻ, പ്രൊസീജിയർ ആൻഡ് ആഫ്റ്റർ കെയർ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്മോൾ ബൗളിൻ്റെ റേഡിയോഗ്രാഫിക് സ്റ്റഡിയാണ് നമ്മുടെ എൻട്രോക്ലൈസിസ് എന്ന് പറയുന്നത്. അത് സ്മോൾ ബൗളിലെ ജിജിനം മുതൽ ഇലിയോസീക്കൽ ജംഗ്ഷൻ വരെയുള്ള ആ ഒരു പാർട്ടിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുന്നത്. ഈ സ്റ്റഡിയും കൊണ്ട് നമുക്ക് ഈ ഒരു സ്മോൾ ബൗളിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റഡി ചെയ്യുന്നത് ഡിയോഡനം ഇൻറ്റുബേഷൻ ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അത് ബേരിയം സൾഫേറ്റ് കോൺട്രാസ്റ്റ് മീഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രോക്ലൈസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ എൻട്രോക്ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ ബവലിൻ്റെ എല്ലാ ഡിസീസിനെയും നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമ്മൾ രണ്ട് മെത്തേഡ്സാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി ഉണ്ട്, ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി ഉണ്ട്. അതിൽ സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഡിസോർഡേഴ്സ് ആൻഡ് അബ്നോർമാലിറ്റീസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ലെയർ മ്യൂക്കോസലിൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് ഇതിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി. ഇനി ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോൺസ് ഡിസീസ്, അൾട്ടേർഡ് ബവൽ ഹാബിറ്റ്, അനീമിയ, ക്രോണിക് പെയിൻ ഇൻ ദി അബ്ഡമൻ, വെയ്റ്റ് ലോസ് ആൻഡ് മാൽന്യൂട്രീഷൻ, സസ്പെക്റ്റഡ് മാസ് ആൻഡ് ലെസൻസ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതൊക്കെയാണ് നമ്മൾ ഇൻഡിക്കേഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സസ്പെക്റ്റഡ് പെർഫറേഷൻ, സസ്പെക്റ്റഡ് ഡിയോഡനം ഒബ്സ്ട്രക്ഷൻ, പാരലിറ്റിക് ഇലിയസ്, സസ്പെക്റ്റഡ് പ്രഗ്നൻസി, അലർജി ടു ബേരിയം സൾഫേറ്റ്. ഇതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയിട്ട് നോക്കുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറോസ്കോപ്പി യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബിൽബോ ഡോട്ടർ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബേരിയം സൾഫേറ്റ് സസ്പെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ അനസ്തറ്റിക് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ജെല്ലി യൂസ് ചെയ്യുന്നുണ്ട്. കാർബോക്സി മീഥൈൽ സെല്ലുലോസ് നമ്മൾ ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് പേഷ്യൻ്റ് പ്രിപ്പറേഷൻ നോക്കാം. ഈ ഒരു പ്രൊസീജിയറിന് മുൻപ് നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ലോ റെസിഡ്യൂവൽ ഡയറ്റ് എടുക്കാൻ വേണ്ടി 2 ദിവസത്തെ ഡയറ്റ് എടുക്കാൻ വേണ്ടി പറയണം. പേഷ്യൻറ്റിനോട് ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് പറയണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് നമ്മൾ ലാക്സേറ്റീവ് എടുക്കാൻ വേണ്ടി പറയണം. എക്സാമിനേഷനും തൊട്ട് മുമ്പുള്ള രാത്രിയിൽ ലാക്സേറ്റീവ് എടുക്കാൻ പറയണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബവൽ പ്രിപ്പറേഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ബവൽ പ്രിപ്പറേഷൻ നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് എന്തെങ്കിലും ഫീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ലാക്സേറ്റീവ് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതുപോലെ നമ്മുടെ പേഷ്യൻറ്റിനോട് 4 മുതൽ 6 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടി പറയണം. മിഡ് നൈറ്റിന് ശേഷം ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത് എന്ന് നമ്മൾ പ്രത്യേകം ഇൻഫോം ചെയ്യണം. ഇനി വുമൻസ് ആണെങ്കിൽ നമ്മളുടെ പ്രഗ്നൻസി പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ, പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. പേഷ്യൻറ്റിനോട് ഈ ഒരു പ്രൊസീജിയർ വരുന്നതിന് മുൻപ് മെറ്റാലിക് ഒബ്ജക്ട്സ്, ജ്വൽസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയണം. പേഷ്യൻറ്റിനോട് സ്മോക്കുകയോ അല്ലെങ്കിൽ ചൂ ചെയ്യുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയണം. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേരിയം സൾഫേറ്റ് നമ്മുടെ മ്യൂക്കോസയിൽ കോട്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പേഷ്യൻ്റ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത്. ഇനി പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനേഷൻ്റെ അന്ന് ടെക്നോളജിസ്റ്റ് ഈ ഒരു മൊത്തം പ്രൊസീജിയർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പേഷ്യൻറ്റിന് ഓക്കെ ആണെങ്കിൽ നമ്മളൊരു കൺസെൻറ്റ് സൈൻ ചെയ്ത് വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം പേഷ്യൻറ്റിന് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റിനെ ഇറക്റ്റ് പൊസിഷനിൽ നിർത്തിയിട്ട് അബ്ഡോമൻ്റെ ഒരു സ്കോട്ട് ഫിലിം എടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബവൽ പ്രിപ്പറേഷൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കോട്ട് ഫിലിം എടുക്കുന്നത്. ബവൽ പ്രിപ്പറേഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനെ സിറ്റിംഗ് പൊസിഷനിലേക്ക് ഇരുത്തുന്നു. എന്നിട്ട് നെക്ക് ഹൈപ്പർ എക്സ്റ്റെൻഡഡ് പൊസിഷനിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വായിലേക്ക് ഒരു അനസ്തെറ്റിക് സ്പ്രേ കൊടുത്ത് പേഷ്യൻ്റെ വായൊന്ന് നമ്പ് ചെയ്യുന്നു. കാരണം നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം റേഡിയോളജിസ്റ്റോ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റോ ഈ ബിൽബോ ഡോട്ടർ ട്യൂബ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ അനസ്തെറ്റിക് ജെൽ അപ്ലൈ ചെയ്ത് അത് ഗൈഡ് വയറിൻ്റെ
ഹെൽപ്പോട് കൂടി നമ്മുടെ നോസിലൂടെ പൈലോറസ് ഓഫ് ദ സ്റ്റൊമക്കിലേക്ക് ഇൻറ്റുബേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഗൈഡ് വയറും ബിൽബോ ഡോർട്ടർ ട്യൂബും നമ്മുടെ പൈലോറസ് ഓഫ് ദി സ്റ്റൊമക്കിൽ എത്തിയിരിക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് കടത്തുന്നു. എന്നിട്ട് നമ്മുടെ ഡിയോഡനത്തിൻ്റെ ലിഗമെൻറ്റ്സ് ഓഫ് ട്രൈഡ്സ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ ഈ ഒരു ട്യൂബിനെ അഡ്വാൻസ് ചെയ്യുകയാണ്. നമ്മുടെ ഗൈഡ് വയറിനെ പൈലോറസ് ഓഫ് ദ സ്റ്റൊമക്കിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ഈ ട്യൂബിനെ മാത്രം നമ്മൾ ലിഗമെൻറ്റ്സ് ഓഫ് ട്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഓഫ് ഡിയോഡനം ആൻഡ് ജിജനം ജംഗ്ഷനാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഈ ഒരു ട്യൂബ് മാത്രം ഇറക്കുന്നു. ഈ ട്യൂബ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൈഡ് വയറിന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പറഞ്ഞു 2 മെത്തേഡ്സാണ് പെർഫോം ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ മെത്തേഡാണ് സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി. അപ്പോൾ സിംഗിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് തിൻ ഡെൻസിറ്റി ബേരിയം സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്ലൂറോസ്കോപ്പീൻ്റെ ഗൈഡൻസിൽ ഈ ട്യൂബിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുശേഷം ഈ ഇൻഡസ്ട്രീഷ്യൽ ലൂപ്സും ഇലിയോസിക്കൽ ജംഗ്ഷനൊക്കെ ഫില്ലായി നമ്മൾ ഈ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിലൂടെ നോക്കിയിട്ട് ഓക്കെ അവിടെ ഫില്ലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സ്പോട്ട് ഫിലിംസ് നമുക്ക് ഫ്ലൂറോസ്കോപ്പീൻ്റെ ഹെൽപ്പോട് കൂടി എടുക്കാവുന്നതാണ്. ഇനി ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി നോക്കാം. ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡിയിൽ നമ്മൾ 500 ml ഹൈ ഡെൻസിറ്റി ലോ വിസ്കോസിറ്റി ബേരിയം സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ട്യൂബിലൂടെ ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ നമ്മൾ ബേരിയം സൾഫേറ്റിൻ്റെ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ നോക്കും. അങ്ങനെ നോക്കി നമ്മൾ പ്രോക്സിമൽ ഇലിയത്തിൽ ബേരിയം സൾഫേറ്റ് എത്തിയെന്ന് കാണുമ്പോൾ നമ്മൾ മീഥൈൽ സെല്ലുലോസ് 100 ml/min എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നമ്മൾ ഈ ഒരു ഇലിയോസിക്കൽ ജംഗ്ഷനിൽ ബേരിയം സൾഫേറ്റ് എത്തുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലൂറോസ്കോപ്പിയിൽ നോക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം പേഷ്യൻറ്റിന് നമുക്ക് സ്പോട്ട് ഫിലിംസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രോൺ പൊസിഷനിലും സുപ്പൈൻ പൊസിഷനിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്പോട്ട് ഫിലിംസ് എടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മുടെ സിംഗിൾ ആൻഡ് ഡബിൾ കോൺട്രാസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രൊസീജിയറിൽ എൻട്രോക്ലൈസിസിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ആഫ്റ്റർ കെയറുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനോട് നന്നായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പറയണം. 2 ദിവസം ഫീസസ് വൈറ്റിഷ് ആയിട്ടായിരിക്കും കാണുക എന്നുള്ളത് പേഷ്യൻറ്റിന് ഇൻഫോം ചെയ്യണം. അതുപോലെ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിനെ ലീവ് ചെയ്യാം, ഈ ഒരു എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്മോൾ ബൗൾ എനീമ അല്ലെങ്കിൽ എൻട്രോക്ലൈസിസിൽ വരുന്നത്. ജിജനം ടു ഇലിയോസിക്കൽ ജംഗ്ഷൻ വരെയുള്ള ഒരു ചെറിയ പാർട്ടിൻ്റെ സ്റ്റഡിയാണ് നമുക്ക് ഈ ഒരു സ്മോൾ ബൗൾ എനീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേരിയം സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എൻട്രോക്ലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.